രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ 100ാം വാർഷികത്തിൽ കേന്ദ്ര സർക്കാർ പ്രത്യേകമായ തപാൽ സ്റ്റാമ്പ്, അതിനോടൊപ്പം തന്നെ നാണയവും പുറത്തിറക്കി, ഭാരതാംബയുടെ ചിത്രം സഹിതം. ഇവിടെ ഭാരതാംബ എന്ന് കേൾക്കുമ്പോൾ അസഹിഷ്ണുതയുടെ അങ്ങേയറ്റം നിൽക്കുന്നവരാണ് കേരളത്തിലുള്ളവർ. അവർക്ക് കൂടി തക്ക തിരിച്ചടിയാണ് ഇതിൽ കൂടി കിട്ടിയിരിക്കുന്നത്. പിണറായി വിജയൻ വീണ്ടും അസ്വസ്ഥനായിരിക്കുകയാണ്. ഭരണഘടനയെ അട്ടിമറിക്കുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് നമ്മുടെ നാണയത്തിൽ. ഈ നാണയങ്ങൾ പലവട്ടം പിണറായി വിജയന് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. ഈ സ്റ്റാമ്പ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓഫീസിന് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളൊരു സന്ദർഭം വരുമ്പോൾ ചരിത്രത്തിൻ്റെ ഒരു ചരിത്ര നിമിഷം തന്നെയാണത്. തീർച്ചയായിട്ടും പിണറായി വിജയനും കൂട്ടരും MP രാഘവനും കൂട്ടരും ഏതൊരു സംഘടനയോടോ ഉന്മൂല നാശനത്തിന് വേണ്ടിയിട്ടാണോ അവരുടെ തല വെട്ടിക്കൊണ്ട് പുതിയൊരു രാഷ്ട്രീയ ചരിത്രം കേരളത്തിൽ, പ്രത്യേകിച്ച് തലശ്ശേരിയിലും കണ്ണൂരിലും സൃഷ്ടിച്ചത്. എത്ര അമ്മമാരുടെ കണ്ണീരാണ് കണ്ണൂരിൻ്റെ മണ്ണിൽ വീണിട്ടുള്ളത്. എന്തിനു വേണ്ടിയായിരുന്നു? EMSൻ്റെ ആശീർവാദത്തോടുകൂടി RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെ ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടി അവരുടെ മൃഗീയമായിട്ടുള്ള ശക്തി കൊണ്ടും കേഡറുകളുടെ ബലം കൊണ്ടും RSSനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്, ഒരുമ്പെട്ട് പുറപ്പെട്ടതാണ്. ഇതെന്തോ നമ്മുടെ ശത്രു സൈന്യങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഭീകരന്മാരെ പോലെ ഭീകരമായിട്ടുള്ള ഒരു സംഘടനയാണെന്നുള്ള ഒരു ബോധ്യമണികളിൽ ഉണ്ടാക്കി അവരിൽ വെറുപ്പിൻ്റെ, അവരുടെ രക്തക്കുഴലിൽ കൂടി വെറുപ്പിൻ്റെ വിഷമൊഴുക്കിക്കൊണ്ട് നടത്തിയ ഒരു ഉന്മൂല നാശന പരമ്പര. കാശ്മീരിലെങ്ങനെ പാവപ്പെട്ട പൂജാരികളായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള പണ്ഡിറ്റുകളെ അവിടുത്തെ ഭീകരവാദികൾ ഉന്മൂലനനാശം ചെയ്തു, അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വംശഹത്യ നടത്തിയോ, അതുപോലൊരു ഹത്യയാണ് തലശ്ശേരിയുടെ കണ്ണൂരിൻ്റെ മണ്ണിൽ ഇവർ വിജയഭേരിയോടുകൂടി നടത്തിയത്. ഇതോടുകൂടി ഹിന്ദുക്കളെല്ലാം RSSൽ വരാൻ പേടിക്കും, RSSൻ്റെ ശാഖകൾ ഇനി പ്രവർത്തിക്കത്തില്ല എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന ഉന്മൂല നാശന സിദ്ധാന്തം അവർക്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഉന്മൂലനാശനം. ശത്രുക്കളെ ഉന്മൂലനാശനം ചെയ്യുക. ക്ലാസ് എനിമിയെയാണ് അവരുദ്ദേശിക്കുന്നത്. അങ്ങനൊരു ക്ലാസ് എനിമിയായിരുന്നു അവർക്ക് ഈ RSS എന്ന് പറയുന്നത്. അവിടെ പലപ്പോഴും അവർ ചരിത്രത്തെ തന്നെ മറന്നു. RSSൻ്റെ ശാഖയിൽ ഇന്ത്യയുടെ രാഷ്ട്ര പിതാവായിട്ടുള്ള, എപ്പോഴും ശരി മാത്രം ചിന്തിക്കുകയും ശരി മാത്രം പറയുകയും ശരി മാത്രം പ്രവർത്തിക്കുകയും ചെയ്ത ആ ഒരു ചരിത്ര പുരുഷൻ, ആ ഒരു യുഗപുരുഷൻ RSSൻ്റെ ശാഖയിൽ പോയി എന്നുള്ള ചരിത്ര സത്യം അവർ മറന്നുപോയെങ്കിൽ ആ പിണറായി വിജയനെ പോലുള്ള മാർക്സിസ്റ്റുകാരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചരിത്ര നിയോഗത്തിൻ്റെ പടമുള്ള, ആ പടം മുദ്രണം ചെയ്ത സ്റ്റാമ്പും നാണയവും അവർ പുറത്തിറക്കിയത്. ആ പുറത്തിറക്കിയത് ഇന്ത്യയുടെ സാംസ്കാരിക വകുപ്പാണ് അത് പുറത്തിറക്കിയത്. അത് കണ്ടാൽ അരിശം ഉണ്ടാവുക സ്വാഭാവികമാണ്. അല്ല, ആ പ്രസ്ഥാനത്തിന് 100 വയസ്സാണ്. ഇന്ത്യയിലെ BJP ഇതര സർക്കാരുകൾ ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന സമയത്തും ഈ സംഘടന ശക്തിപ്പെട്ടു വരികയും അവർക്ക് പോലും, ആ സർക്കാരിന് പോലും ഒരു തിരുത്തൽ ശക്തി കൂടിയല്ലായിരുന്നോ ഈ RSS? മനസ്സിലായി. അല്ല, RSS എപ്പോഴും ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിന്നിട്ടുണ്ടല്ലോ. ഏത് ഭരണത്തെയും വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കുകയും തിരുത്തേണ്ടടുത്ത് തിരുത്തുകയും ചെയ്തിട്ടില്ല RSS. അങ്ങനെയല്ല, RSSനെ അങ്ങനെ ഒരു തിരുത്തൽ ശക്തി എന്ന് പറയാൻ രാഷ്ട്രീയ സംഘടനയല്ല. അല്ല, അത് അവരത്തരത്തിൽ ഭരണത്തെ സസൂക്ഷ്മം വിലയിരുത്തുമായിരുന്നു. അങ്ങനില്ല. ഭരണത്തിൽ ഇടപെടുകയും ചെയ്യില്ലേ. പാർലമെന്ററി വ്യാമോഹം തീരെ ഇല്ലാത്ത രീതിയിലാണ്. വ്യാമോഹമില്ല. ഇപ്പം നോക്കിക്കേ, ഇപ്പം BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബ്രെയിൻ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ RSS എന്ന് പറഞ്ഞാൽ. അല്ലെന്ന് പറയാം. അതെ, സംഘപരിവാറിൻ്റെ ഭാഗം തന്നെയാണല്ലോ ഈ സംഘടനകളെല്ലാം. പക്ഷെ ഭരണത്തിൽ ഒരു കാലത്തും RSS ഇടപെടാറില്ല. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ RSSും അതുപോലെ തന്നെ BJPയും ചേർന്നുള്ള ഒരു യോഗം, അവരുടെ ഭരണഘടനയുടെ ഭാഗമായി തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കോർഡിനേഷൻ മീറ്റിംഗ് നടക്കാറുണ്ട്. അത് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ യോഗത്തിൻ്റെ നടപടിക്രമം എന്താണെന്ന് വെച്ചാൽ BJPക്ക് RSSനെ വിമർശിക്കാം, അതുപോലെ RSSന് BJPയെയും വിമർശിക്കാം. ഒരു തെറ്റുമില്ല. ഈ RSS പറയുന്ന എല്ലാ വിമർശനങ്ങളും
BJP നടപ്പാക്കണമെന്നില്ല, ഇല്ല, നടപ്പാക്കില്ല. പക്ഷെ വേറൊരു കാര്യം, ഈ RSSന്റെ ഫുൾ പരിധിയിൽ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ദോഷം വരെ ഉണ്ടാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഭൂരിപക്ഷം അല്പം കുറഞ്ഞു. അത് RSSന്റെ ഒരു നീക്കമായിരുന്നതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചില തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. RSS കുറച്ച് ഉത്സാഹപൂർവ്വം രാജ്യം ഇപ്പോൾ ഒരു വിദേശ ഭീഷണി നേരിടുകയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വളരെ ഉത്സാഹപൂർവ്വം അവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാവും. അവർ സഹായിക്കുന്ന ആരെയാ? രാജ്യത്തെ സഹായിക്കുന്ന സെൻട്രിപീറ്റൽ ഫോഴ്സുകളെയാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സുകൾ, അതായത് കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്കെതിരായിട്ട് നിൽക്കുന്ന ശക്തികളെയാണ് സഹായിക്കുന്നത്. ഇത് എപ്പോഴും BJP ആയിക്കൊള്ളണമെന്നുമില്ല. ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ വൻ ഭൂരിപക്ഷം ഇന്ദിരാഗാന്ധി നേടാനുള്ള കാരണം RSS മുഴുവനായിട്ട് മാസമായിട്ട് ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചത്, BJP അല്ല. അപ്പോൾ അവരെടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടനുസരിച്ചോ അവരെ ജയിപ്പിക്കാനോ അല്ല, മറിച്ച് രാഷ്ട്രത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ്. രാഷ്ട്രത്തെ രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ. ആ ദൗത്യം മാത്രമേ അങ്ങനെയുള്ളപ്പോൾ അവർ സക്രിയമായിട്ട് രംഗത്തങ്ങടങ്ങുക. ഇപ്പോൾ ബംഗ്ലാദേശ് വിമോചന കാലത്ത് അവർ മുക്തിബാഹിനി എന്നുള്ള പേരാർജിച്ചുകൊണ്ട് നേരെ യുദ്ധത്തിൻ്റെ രംഗത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. സ്വയം സേവിക്കുകയാണ്, സ്വയം സമർപ്പിക്കുകയാണ് രാജ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാർലമെൻ്ററി വ്യാമോഹവും അധികാര രാഷ്ട്രീയവും ഇല്ലാത്തത് കൊണ്ടാണ് RSS എന്നുള്ള സംഘടന കഴിഞ്ഞ 100 വർഷങ്ങളായിട്ട്, ഈ വിജയദശമി ദിനത്തിൽ 100 വർഷം തികയാണ്, അവിടെ ഒരു പിളർപ്പ് പോലുമില്ലാതെ, അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരസ്പര ബഹുമാനത്തിലും ആദരവിലും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സംശുദ്ധമായ രൂപത്തിലാണ് ഇവർ കാര്യങ്ങൾ. വിമർശിക്കില്ല എന്നല്ല, എല്ലാത്തിനെയും വിമർശിക്കും. ഇന്നത്തെ നാഗ്പൂരിലെ വിജയദശമി പ്രസംഗത്തിൽ എന്താണ് ചെയ്തത്? സർസംഘചാലക് ചെയ്തത് ഗാന്ധിജിയെ ആദരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ആദരിച്ച വ്യക്തിയാണ് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന ദരിദ്ര കുടുംബത്തിൽപ്പെട്ട കോൺഗ്രസ്സുകാർ വിസ്മൃതിയുടെ കയങ്ങളിലേക്ക് മുക്കിയ ലാൽ ബഹദൂർ ശാസ്ത്രിയെ കൂടി മഹാത്മാഗാന്ധിയോടൊപ്പം അനുസ്മരിക്കുന്ന ഒരു മര്യാദ പാർട്ടി നോക്കിക്കൊണ്ടല്ലത്. BJPയുടെ യാതൊരു പുകഴ്ത്തലും അവിടെ ഉണ്ടായില്ല. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അവർ പോകുന്നത്. രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ഒരു സംഘമായിട്ട് തന്നെയാണ് അത് പോകുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ ഇത്ര മഹത്തായ ഒരു പാരമ്പര്യമുള്ളത് കൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ, കേരള കേസരി മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന മന്നത്ത് പത്മനാഭൻ ഈ RSS നേതാക്കളെ, ഈ പറയുന്ന അന്നത്തെ സർസംഘചാലകർ ഉൾപ്പെടെയുള്ള ഡോക്ടർ ഹെഡ്ഗേവാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് BJPക്കാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ലെന്ന്. മഹാമണ്ഡതരമാണ്. കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും പങ്കെടുത്തോ? അല്ല, കാരണം അതുകൊണ്ട് വൈകിയാണല്ലോ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അവർ എന്താ ചെയ്തത്? അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ BJPയോ ആയിട്ട് പാർട്ടികൾ തിരിഞ്ഞിട്ടില്ല. ഒരൊറ്റ പ്രസ്ഥാനമേ ഉള്ളായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഒരു പാർട്ടിയോ ഒരു കക്ഷി രാഷ്ട്രീയമുള്ള ഒന്നുമല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സംഘടന മാത്രമേ ഉള്ളൂ. EMS നമ്പൂതിരിപ്പാടും B കൃഷ്ണപിള്ളയും CK ഗോവിന്ദൻ നായരും പനമ്പള്ളി ഗോവിന്ദമേനോനും വരെ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നെയാണ് വേർതിരിവുകളായിട്ട് പോയത്. ഈ പറയുന്ന ഡോക്ടർ ഹെഡ്ഗേവാറും അന്ന് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു. കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടിരുന്നു കൊണ്ട് അദ്ദേഹം ഭഗത് സിംഗിനെ സഹായിച്ചു. ഭഗത് സിംഗിൻ്റെ ബ്രിട്ടീഷുകാർക്ക് നേരെയുള്ള ആക്രമണത്തിനെ സഹായിച്ച ആളാണ്. ചന്ദ്രശേഖർ ആസാദിനെയും സഹായിച്ച ആളാണ് ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ആൾ. ചരിത്രം വായിച്ചു നോക്കണം. പിണറായി വിജയൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല. ഭഗത് സിംഗിനെ സഹായിച്ചത് പിന്നെ എന്തിനാ? ഇവിടെ RSSൻ്റെ ശാഖ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയൊന്നുമല്ല. അതുപോലെ തന്നെ ഈ മഹാത്മാഗാന്ധി ബലിയാടായി എന്നാണ് സത്യസന്ധമായ ഭാഷയിൽ സർസംഘചാലക് പറഞ്ഞത്, മോഹൻ ഭാഗവത് പറഞ്ഞത്. അപ്പോൾ അവരല്ല, മഹാത്മാഗാന്ധിയുടെ മരണം അവരാഗ്രഹിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. രാഷ്ട്രീയ നിലപാടിൽ വിയോജിപ്പുണ്ടായിരുന്നു, അത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണല്ലോ മഹാത്മാഗാന്ധി RSSൻ്റെ ശാഖയിൽ വന്ന് എന്തോ അച്ചടക്കമുള്ള യുവാക്കൾ, ഇങ്ങനെയുള്ള യുവാക്കൾ വന്നാൽ ഇന്ത്യയുടെ ഭാവി ഭാസുരമായിരിക്കുമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജവഹർലാൽ വലിയൊരു സർട്ടിഫിക്കറ്റ് ആണല്ലോ. പിന്നെ അതുപോലെ ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് ദിനത്തിൽ പരേഡിൽ RSSനെ പങ്കെടുപ്പിച്ചു. സോഷ്യലിസ്റ്റ് എന്ന് ഇവർ പറയുന്ന, നിരീശ്വര വിശ്വാസി എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഒരു റിപ്പബ്ലിക് ദിന പരേഡിൽ RSSൻ്റെ കേഡറുകളെ വെള്ള ഉടുപ്പും
കാക്കി നിക്കറുമിട്ട് മാർച്ച് ചെയ്യുന്ന പടം, ആ പടം ആലേഖനം ചെയ്തതാണ് ഇപ്പോൾ പുതുതായി ഇറങ്ങിയ 100 രൂപയുടെ നാണയം. ഈ നാണയം തീർച്ചയായിട്ടും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ നാണക്കെടുത്തുക തന്നെ ചെയ്യും. ആ 100 രൂപ പലപ്പോഴും അവർക്ക് 100 രൂപ ഒന്നും വേണ്ടായിരിക്കും, ഇപ്പോൾ 500-ൻ്റെയും മതി, പിന്നെ ഈ ഗൂഗിൾ പേയും ഒക്കെ മതിയല്ലോ, അതായിരിക്കും. അപ്പോൾ അതുണ്ട്. അതുപോലെ തന്നെ തപാൽ സ്റ്റാമ്പിൽ അവർ ആണ് മഹാത്മാഗാന്ധി അവരുടെ ശാഖ സന്ദർശിക്കുന്ന പടം വെച്ചിരിക്കുന്നു. അർത്ഥവത്തായ പടങ്ങളാണ്. നമ്മുടെ സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കിയ നാണയങ്ങളാണ്, ദേശത്തിൻ്റെ അഭിമാന ചിഹ്നങ്ങളാണ്. ഒരു രാജ്യദ്രോഹവും ഇന്ന് വരെ നടത്തിയിട്ടില്ലാത്ത ഒരു സംഘടനയാണ്. രാജ്യത്തിന് വേണ്ടി സ്വയം ബലി കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന സംഘടന. അത്തരം ഒരു സംഘടന ഒരു രാജ്യത്തിന് എന്താ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളത്? എന്ത് കുഴപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അതായത് ഇപ്പോൾ നോക്കിക്കോളൂ, മലപ്പുറത്തല്ല ഇന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്, ഉത്തർപ്രദേശിൽ നിന്ന് വന്ന ATS പിടിച്ചുകൊണ്ടുപോയത്. ആരെയാണ് പിടിച്ചുകൊണ്ടുപോയത്? ഇവിടെ പാകിസ്ഥാനിൽ നിന്നുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദികളെ വളർത്താനും റിക്രൂട്ട് ചെയ്യാനും ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയെയാണ് മലപ്പുറത്ത് ഒളിച്ചിരുന്നിടത്ത് നിന്ന് ഉത്തർപ്രദേശിൻ്റെ ATS ആൻറ്റി ടെറർ സെല്ല് ആൻറ്റി ടെറർ ഫോഴ്സ് വന്നിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് മുഹമ്മദ് റാസ്. മുജാഹിദീൻ ആർമി എന്ന് പറയുന്ന PJ ആർമി മാത്രമല്ല മലബാറിലുള്ളത്. ഇവിടെ മുജാഹിദീൻ ആർമിയുണ്ട്. ആർമിയുടെ നേതാവ്, കമാൻഡർ. കേരള പോലീസ് അറിഞ്ഞിട്ടില്ല. RSSകാരൻ ഒരുത്തനെങ്കിലും അവിടെ ശക്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അറിഞ്ഞേനെയും അത് അറിയിച്ചേനെയും. കാരണം അവരെ ഭരിക്കുന്നതും നയിക്കുന്നതും രാഷ്ട്രസ്നേഹമാണ്. മോദി സ്നേഹമോ BJP സ്നേഹമോ ഒന്നുമല്ല. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു സംഘടന ഇവിടെ ഉള്ളതുകൊണ്ട് എന്താ ഇദ്ദേഹത്തിന് കുഴപ്പം? എന്താ കുഴപ്പം വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ RSSനെ നിങ്ങൾക്ക് അവഗണിച്ചുകൊണ്ടോ ഒന്നും ഈ രാജ്യത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല. RSS എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഭരണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ DYFI അതുപോലെ തന്നെ ശക്തമായ അടിത്തറയുള്ള പരസ്പര ബന്ധമുള്ള സംഘബന്ധുവായിട്ടുള്ള ഒരു സംഘടനയാണ് RSS എന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ RSSനെ മുട്ടാതെ തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞ് തൊട്ടുകൂടാതെയും തൊടാതെയും ഈ രാജ്യത്ത് ജീവിക്കാനേ സാധ്യമല്ല. അതിനുദാഹരണം പറയാം. ഈ സ്റ്റാമ്പും നാണയം ഇറക്കിയ സംഭവം സംഘടിപ്പിച്ചത് നമ്മുടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പാണ്. പങ്കെടുത്ത ക്യാബിനറ്റ് മന്ത്രിമാർ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തുണ്ട്, ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള രേഖാ ഗുപ്തയുണ്ട്, അതുപോലെ തന്നെ RSSൻ്റെ ദത്താത്രേയ ഹൊസബലയുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നാണ്, RSSും BJPയും കൂടെ ചേർന്നാണ്. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നിങ്ങളുടെ നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കാമായിരുന്നല്ലോ. SIR ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നത് പോലെ. ഞങ്ങൾ ഇത് സ്വീകരിക്കുകയില്ല, ഞങ്ങളിത് ബഹിഷ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതി. ആ 400 രൂപ നാണയം നിങ്ങൾ തൊടണ്ട. പണ്ട് ജയരാജൻ പറഞ്ഞല്ലോ ഞാനിനി മേലില്ലേ ഇൻഡിഗോയുടെ വിമാനത്തിൽ യാത്ര ചെയ്തില്ല. EP ജയരാജൻ പറഞ്ഞു ഞാൻ മേലാതിൽ യാത്ര ചെയ്തില്ല, അതുകൊണ്ട് അതിൻ്റെ ലാഭം 10 മടങ്ങ് കൂടി എന്ന് മാത്രമല്ല. ഇപ്പോൾ ജയരാജൻ പതുക്കെ ഇപ്പോൾ ഇൻഡിഗോ വിമാനത്തിൽ അങ്ങ് പോകാനും തുടങ്ങി. ഇൻഡിഗോ വിമാനത്തിൽ ജയരാജൻ യാത്ര ചെയ്യാത്തതുകൊണ്ട് ഇൻഡിഗോ വിമാനത്തിൻ്റെ സർവീസ് അങ്ങ് നിർത്തിവെച്ചോ? അത് പൂട്ടിയോ? ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഗീർവാണങ്ങളൊക്കെ നിരർത്ഥകമാണ്. റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ ഇത് പറയുന്നത് വളരെ മോശമാണ്. വിജയദശമി ദിനത്തിലും പറഞ്ഞു. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ആശയ സംഘർഷങ്ങൾ? അല്ല, അപ്പോൾ എന്തായാലും ഇത് ഇവർക്കാർക്കും നിഷേധിക്കാൻ കഴിയാത്ത അനിഷേധ്യമായിട്ടുള്ള ഒരു സംഘടന തന്നെയാണ് RSS. ഇനി ഒരു കാര്യം കൂടെ പറയാം. ആദ്യമായാണ് ഇത്തരത്തിലുള്ള സ്റ്റാമ്പും നാണയവും ഇന്ത്യ പുറത്തിറക്കുന്നത്. ഇതും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലത്ത് തന്നെ കാണണം വിജയ. നിങ്ങൾ ഏതൊന്നിനെ ഇല്ലാതാക്കാൻ ചെയ്തോ അത് അപ്രതീഹിതമായിട്ട് ഫീനിക്സ് പക്ഷിയെ പോലെ വരുന്നത് നിങ്ങൾ കാണണം. നിങ്ങളെന്താ ഇൻടോളറൻസ്? നിങ്ങൾക്കെന്താ ഇത്ര അസഹിഷ്ണുത? ജനങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നു, അതുകൊണ്ട് അവരുണ്ട്. ജനങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലേക്ക് ഒതുങ്ങുന്നു. അത് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മിത്തെന്ന് പറഞ്ഞ ഗണപതിയുടെ മുമ്പിൽ പോകേണ്ടി വരുന്നു. ശബരിമല ശാസ്താവ് നിങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങിയ ഒരു വിശ്വാസത്തെ, ആ വിശ്വാസ സമ്പ്രദായത്തെ നോക്കി നിങ്ങൾക്ക് തിരിതെളിക്കേണ്ടി വരുന്നു, ഇല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ സാംസ്കാരിക വകുപ്പ് എന്താ ചെയ്ത്? നാണയം പുറത്തിറക്കാൻ പറ്റില്ല, സ്റ്റാമ്പ് ഇറക്കാൻ പറ്റില്ല. അതിന് പോയത് നിങ്ങൾ മാതാമൃതാനന്ദമയി ദേവിയുടെ ആശ്രമത്തിൽ പോയി അവരെ ആശ്ലേഷിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അത് ചെയ്യേണ്ട ഗതികേട് നിങ്ങൾക്ക് വരുത്തിയതുണ്ടല്ലോ. അത് ഒരു സംസ്കാരത്തിൻ്റെ പ്രതികാരമാണ്. ആ സംസ്കാരത്തിൻ്റെ മുദ്രകളാണ് ഈ സ്റ്റാമ്പും നാണയവും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താതെ വയ്യ. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു പടമുണ്ട്.
അതായത് വരദമുദ്രയുമായിട്ട് ഭാരതാംബയുടെ ചിഹ്നമാണല്ലോ ബിനോയ് വിശ്വം ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് പോയത്. ആ ഭാരതാംബയുടെ ഒരു പടവുമുണ്ട്, ഒരു സിംഹ മുദ്രയുമുണ്ട്. അതായത് ഹിന്ദു പത്രത്തിൽ കണ്ടിട്ടില്ലേ, അത് ഭാരതാംബയുടെ ചിത്രമാണ്. ആ ഹിന്ദു പത്രം വായിക്കുന്നതിന് ബിനോയ് വിശ്വത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ. പിണറായി വിജയൻ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇടതുപക്ഷ പത്രമാണല്ലോ അത്, അതിൽ മുദ്ര വന്നാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. അത് മാറ്റാൻ എന്താ നിങ്ങൾ അതിൻ്റെ മുതലാളിയോട് പറയാത്ത, അയ്യങ്കാർ ഗ്രൂപ്പിനോട് പറയാത്തത്? പറയുന്നില്ലല്ലോ നിങ്ങൾ. അത് രാജ്ഭവനിൽ കണ്ടപ്പോൾ കുഴപ്പം, ശരി ഗവൺമെൻറ് ഓഫീസാണ്, കഴിഞ്ഞ പ്രാവശ്യം അതില്ലാതെ. ഈ ഭാരതാംബ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. സിംഹപ്പുറത്ത് വരുന്ന ഈ ഭാരതാംബ നിങ്ങളെ വേട്ടയാടും ബിനോയ് വിശ്വൻ. കാരണം ഇന്ത്യയുടെ നാണയ ശേഖരത്തിൽ പുതുതായിട്ടിറങ്ങിയ നാണയത്തിൽ അതുണ്ട്, സിംഹമുദ്രാങ്കിതയായിട്ടുള്ള ഭാരതാംബയുടെ ചിത്രം. ഭാരതാംബയെ നിങ്ങൾക്ക് ഇനി എങ്ങനെ നിഷേധിക്കാൻ കഴിയും? രാജ്ഭവനിൽ നിന്ന് നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റൂ? ഇന്ത്യയുടെ ധനശേഖരത്തിൽ നിന്ന് അത് ഇല്ലാക്കാൻ പറ്റുമോ? നിങ്ങളുടെ ട്രഷറികളിൽ അതുണ്ടാവും, നിങ്ങളുടെ സഹകരണ ബാങ്കുകളിലും അത് വരും. അവിടെയെല്ലാം അതിൻ്റെ മുദ്ര സ്ഥാപിക്കും. അത് പ്രതീകാത്മകമാണ്. അതുകൊണ്ട് നിങ്ങൾ ഭാരത് മാതാ 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 എന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഭാരതാംബയും നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ബഹിഷ്കരിച്ചാലും ഭാരതാംബ നിങ്ങളെ ബഹിഷ്കരിക്കില്ല, നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ബാങ്കുകളിലും ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.